സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ അമികാലയെ നമ്മൾ വായിച്ചു പഠിച്ചു. ആരാധന എന്ത്, ദൈവം നമുക്ക് നൽകുന്ന ആരാധനയുടെ മഹത്വം, ആരാധന എന്തെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലയോ? എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സ്തോത്രം. തപ്പിനോടും നൃത്തത്തോടും അമികാലിലെ കൈതാളങ്ങളോടും ദൈവത്തെ സ്തുതിപ്പിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരെ സ്തുതിക്കണം? കർത്താവിനെ സ്തുതിക്കണം. അതാണ് ആരാധന. ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട്. ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിനോടൊപ്പം ശരീരം നിൽക്കുമ്പോൾ അതിന്റെ സ്തുതി വലുതാണ്. അല്ലയോ? അത് വലുതാണ്. അത് അടക്കി വെക്കാൻ പറ്റത്തില്ല. അത് വലിയ അനുഗ്രഹവും ദൈവത്തിന്റെ വലിയ മഹത്വവും അനുഗ്രഹവും ആണ്. സ്തോത്രം. അപ്പൊ ആരാധനമേൽ ആണ് കർത്താവ് നമുക്ക് മറുപടി നൽകുന്നത്. മറുപടി നൽകുന്നത് ആരാധനമേലാണ്. നമ്മളെ ക്ഷീണം മാറുന്നത് ആരാധനമേലാണ്. നമ്മളെ സങ്കടങ്ങൾ മാറുന്നത് ആരാധനയിലാണ്. കണ്ണുനീരൊഴുക്കി നമ്മൾ ആരാധിക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കാൻ നിന്നാൽ നമ്മുടെ ക്ഷീണവും സങ്കടങ്ങളെല്ലാം മാറും. അല്ലയോ? നമ്മള് വലിയ ക്ഷീണത്തോടും പ്രയാസത്തോടും രോഗത്തോടും എല്ലാം സഭായോഗത്തിനകത്ത് കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ സൺഡേ സർവീസിന് കടന്നു വരുമ്പോൾ, അതിനകത്തുള്ള ആരാധന വെളിപ്പെടുമ്പോൾ നമ്മുടെ ക്ഷീണം എവിടെ പോയെന്ന് അറിയത്തില്ല, നമ്മുടെ സങ്കടം എവിടെ പോയെന്ന് അറിയത്തില്ല, നമ്മുടെ രോഗം എവിടെ പോയെന്ന് അറിയത്തില്ല. ദൈവം നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഒന്ന് ഫ്രീ ആക്കി ദൈവം നമ്മളെ ബലപ്പെടുത്തും. അതാണ് ആരാധന. സ്തോത്രം. കഴിഞ്ഞ ദിവസം സ്തോത്രം, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോളം അന്ന് തോന്നുന്നു, ഞാൻ ചില വിഷയത്തിനകത്ത് സ്തോത്രം ആലോചിച്ചുകൊണ്ട്, ചില പ്രതികൂലത്തിനകത്ത്, പ്രയാസത്തിനകത്തും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ഷെയർ ചെയ്ത് ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വാട്സപ്പിനകത്ത് ഒരു വോയിസ് മെസ്സേജ്. ആ മെസ്സേജ് കേട്ടപ്പോൾ, മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം. അതുവരെയുള്ള ചില പ്രയാസങ്ങളെല്ലാം അവിടെ ചെന്ന് മാറ്റിവെച്ച്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞാൻ അതിനകത്ത് ദൈവത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? തുതിക്കാൻ, ദൈവത്തെ മഹത്വം. സ്തോത്രം. വേറെ ഒന്നുമല്ല. സ്തോത്രം. അമിത എന്നോട് പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. സ്തോത്രം. ഒരു ദൈവ സഭയ്ക്കകത്തിരിക്കുന്ന ഒരു ദൈവവൈതലിനും ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് സഭയ്ക്കകത്തുള്ള കുഞ്ഞുങ്ങൾ സ്തോത്രം സ്നാനപ്പെടുവാൻ, രണ്ടാം തലമുറ സ്നാനപ്പെടുവാൻ വേണ്ടി തീരുമാനമെടുക്കുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞാൽ തീരത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ സ്നാനമുണ്ട്. സ്തോത്രം അഭിജിത്തിന്റെ ആയാലും പൊന്നൂടെ എല്ലാ സ്നാനം ഒന്നിച്ച് ദൈവം ചെയ്യിപ്പിക്കും. സ്തോത്രം. അത് ദൈവം എന്താ വരുന്നത്? അതിന്റെ സമയം എപ്പോഴാണ് വെക്കുന്നത്? പെട്ടെന്ന്. അത് അധികം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആയിരിക്കും അതിന്റെ ദിവസം നമ്മൾ നിശ്ചയിക്കാൻ പോകുന്നത്, തീരുമാനമെടുക്കാൻ പോകുന്നത്. സ്തോത്രം. പല സഭകളിലും, പല പാരമ്പര്യ സഭകളിലും കുഞ്ഞുങ്ങൾക്ക് 15 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് അവര് ഡൈവേർട്ട് ആയിട്ട് വേറെ എവിടെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ സഭയിലെ പാസ്റ്റർമാരും സഭയിലെ സ്തോത്രം വിശ്വാസികളും അല്ലെങ്കിൽ മാതാപിതാക്കളും നിർബന്ധത്തിലാണ് സ്നാനപ്പെടുന്നത്. സ്നാനം എന്തുവാന്ന് പോലും നിർബന്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുത്തുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ സഭയിൽ 8 പേര് സ്നാനപ്പെടുവോ? കുഞ്ഞുങ്ങൾ. ചില സ്നാനമെല്ലാം സ്നാനപ്പെടുത്തിയവർ ഒന്നുകൂടെ സ്നാനപ്പെട്ടാൽ കൊള്ളാം. ആ രീതിയിലേക്ക് പോകുന്നവരാ പറയുന്നത്. 8 പേര് 10 പേര് സ്നാനപ്പെട്ടു, കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. അപ്പോഴ് ഞാൻ അതിനകത്ത് ഞാൻ അധികം സന്തോഷിക്കാറ്. ഞാൻ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറ്. കാര്യം സ്നാനം കുഞ്ഞുങ്ങളിലാവുന്നു. ഞാനത് അടുത്ത ആഴ്ച സ്നാനത്തിന്റെ ക്ലാസ്സായിട്ട് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോഴായിരിക്കും അതിനെ വിശദീകരിച്ച് ഞാൻ പറയാം. എങ്കിലും ഞാൻ ആരെയും സ്നാനപ്പെടുത്താൻ എന്ത് ചെയ്തില്ല? നിർബന്ധിക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കാം. നമ്മുടെ സഭയ്ക്കകത്തുള്ള നിയമമൊക്കെ അറിയാം. സ്തോത്രം. ഞാൻ സ്നാനപ്പെടുന്നവരോട് ഒന്നുകൂടെ ചോദിക്കും,
നിങ്ങൾ സ്നാനപ്പെടാൻ തയ്യാറാണോ? നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ ഒരിക്കലും സഭയ്ക്കകത്ത് സ്നാനത്തെ എന്ത് ചെയ്തില്ല, നിർബന്ധിക്കില്ല. പക്ഷെ എൻ്റെ ഏറ്റവും ലക്ഷ്യവും എൻ്റെ ഏറ്റവും മെസ്സേജും എല്ലാം സ്നാനപ്പെടുത്താൻ വേണ്ടിയുണ്ട്, പെടാൻ വേണ്ടിയുണ്ട്, പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുണ്ട്, പെട്ടാലുള്ള ഗുണത്തിനെ കുറിച്ചുള്ളതാണ് എൻ്റെ മെസ്സേജും എല്ലാം. അതാ പ്രത്യാശയെ കുറിച്ചുള്ളത്. അതേപോലെ തന്നെ ഞാൻ ആരോടും പറയാറില്ല, രണ്ടാമത് പറയാറില്ല, ആവർത്തനം ദൈവം നിങ്ങളെ മനസ്സിൽ തോന്നിച്ച് നിങ്ങൾ ഊരിയാൽ അത് ഊരിയ അങ്ങനെ എല്ലാവരും ഊരിപ്പിച്ചതല്ല, അല്ലയോ? സ്തോത്രം. ഇതിനോടൊന്നും ഒരു ജഡത്തിനകത്ത് വരുന്ന എല്ലാ മോഹത്തെയും ആര് കളയണം? ദൈവം കളയണം. ഞാൻ അതാ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. യേശു നമ്മളെ ഉള്ളത്തിനകത്ത് വന്നാൽ എന്ത് ചെയ്യും? നമ്മളെ ജഡത്തെ എല്ലാം എന്ത് ചെയ്യും? മാറ്റും. ഞാൻ അതുകൊണ്ട് പോകുന്നില്ല, പോവാണെങ്കിൽ സ്നാന ക്ലാസ്സിന് പോകും. അതല്ല, ഒന്ന് ആരാധനയൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അടുത്ത ആഴ്ച കർത്താവ് അനുവദിക്കുന്നെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ഞാൻ വരും. സ്തോത്രം. എങ്കിലും എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ സന്തോഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞത്. നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്. സ്തോത്രം. നമ്മളെല്ലാം ശിശു പറഞ്ഞു, നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞുങ്ങൾ എന്താ പറയാത്ത എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇരുന്നതാണ്. സ്തോത്രം. പക്ഷേ ദൈവം പറയേണ്ട സമയത്തായപ്പോൾ അതിനെ ഓർത്ത് നന്ദി പറയും. ആ ഭവനത്തിനകത്ത് അമികാലിയ സ്തോത്രമാശ്രയേട്ടനുണ്ട്. ആ കുടുംബമായിട്ട് തന്നെ അവർ സ്നാനപ്പെടട്ടെ. സ്തോത്രമാലിയ കല്ലടയിലുള്ളവർ ആ സമയത്ത് വരുന്നെങ്കിൽ അവരെ സ്നാനപ്പെടത്ത്, നീലുവിന്റെ കുടുംബക്കാരുണ്ട് അവരെ സ്നാനപ്പെടത്ത്. എല്ലാവർക്കും വേണ്ടി ആ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് വെൽക്കം ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരെ ദൈവം കൊണ്ടുവരട്ട്, അനുഗ്രഹമാക്കി. നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ അടുത്ത ആഴ്ച സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ബോധ്യമാവും നമുക്ക്. സ്നാനപ്പെടുന്നവർക്കും സ്നാനപ്പെട്ടവർക്കല്ല എന്ത് ചെയ്യും, കുറച്ചുകൂടെ ബോധ്യമാവും. ആരാധനയെ കുറിച്ച് നമുക്ക് പറയാം. പഴയ നിയമത്തിനകത്തുള്ള ആരാധനയെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അതിനകത്ത് ഞാൻ ചില ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ പുതിയ നിയമത്തിനകത്തുള്ള ആരാധനയെ പഴയ നിയമത്തിനകത്തുള്ള ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്തും പുതിയ നിയമത്തിന്റെ ആരാധനയെ ഞാൻ അതിനകത്ത് പറഞ്ഞു. എന്തുവാ? ബന്ധിക്കപ്പെട്ട്, സ്തോത്രം, ബന്ധിക്കപ്പെട്ട് കർത്താവിന്റെ നാമം ഉയർത്തിയതിനെ, കർത്താവിന്റെ നാമത്തിലുള്ള അത്ഭുത ശുശ്രൂഷ ചെയ്തത് കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസും ശീലാസും ആമത്താൽ കൈയും കാലും ബന്ധിച്ച് കിടക്കുക. ആ ബന്ധനത്തിൽ കിടക്കുന്നവർ ദൈവത്തെ, ആ ബന്ധനമോ അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ അവസ്ഥയൊന്നും നോക്കിയില്ല. അവര് പതിവുപോലെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആദ്യം പൊട്ടിയത് അവരുടെ കൈയും കാലും കിടന്ന ആമത്തിൽ കിടന്ന ആ ചെങ്ങലയാണ്. രണ്ട്, കാരാഗ്രഹത്തിന്റെ വാതിൽ അടഞ്ഞിടുന്ന വാതിൽ തുറന്നു കൊടുത്തു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകുന്നത് പോലെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് പകൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു. നമ്മൾ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവശക്തി എന്റെ മേലൊന്ന് വ്യാപരിച്ചു. ഇവിടെ മൊത്തത്തിൽ അത് വ്യാപരിച്ചു. അത് ദൈവജനം തിരിച്ചറിഞ്ഞു. ദൈവജനത്തിന് അത് തിരിച്ചറിയാൻ പറ്റി. അതേപോലെ കാരാഗ്രഹത്തിനകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവശക്തി വെളിപ്പെടാൻ. അപ്പോൾ മറ്റു കാരാഗ്രഹത്തിൽ കിടക്കപ്പെടുന്നവനെ വരെ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തുടങ്ങി. അവൻ ആരാധിക്കാൻ തുടങ്ങി. ആരാധനയുടെ മഹത്വം, ആരാധനയുടെ ശക്തി, ബലവും അവനെന്ത് ചെയ്യാൻ പറഞ്ഞു? തിരിച്ചറിയാൻ തുടങ്ങി. അവിടെ ദൈവത്തിന്റെ ശക്തി എന്ത് ചെയ്തു? വ്യാപരിച്ചു. സ്തോത്രം. ഞാൻ സ്തോത്രം കെൽവിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവൻ ആരാധിക്കണം. അവൻ ദിവസത്തിൽ എഴുന്നേറ്റ് സാക്ഷ്യമല്ല, ദൈവത്തിന്റെ വചനം ശക്തമായി ശുശ്രൂഷിക്കണം. കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവന് ചെയ്ത നന്മകളെ ഓർത്തു കഴിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു പോകണവനായിരുന്നവൻ. അവന്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞതാ. പൊള്ളലേറ്റ് അരതൊട്ട് താപ്പോട്ട് വരെ അമികാലി സ്തോത്രം ഒരു ഉടുപ്പ് അമികാലന്റെ പാന്റ് അടിച്ചു മാറ്റുമ്പോൾ എങ്ങനെ അടിഞ്ഞു മാറുന്നത് പോലെ അരതൊട്ട് താപ്പോട്ട് വരെയുള്ള അമികാലി അവന്റെ മാംസങ്ങളെല്ലാം ഉരിഞ്ഞുപോയി. ഒരാൾ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ മാംസം ഉരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കളറുണ്ടല്ലോ, അതായിരുന്നു അവന്റെ അരതൊട്ട് താഴെ വരെ. ഡോക്ടർ പറഞ്ഞു അവരെ തൃശ്ശൂര് മെഡിക്കൽ കോളേജിനകത്ത്, തൃശ്ശൂർ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുവരുമ്പോൾ, അല്ല തൃശ്ശൂർ ഹോസ്പിറ്റലിനകത്ത് അവരെ കൊണ്ടുചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു കിട്ടത്തില്ല. ഞെട്ടിപ്പോയി.
1 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ചൂടുവെള്ളത്തിനകത്ത് തിളച്ച വെള്ളത്തിനകത്ത് പോയിരിക്കുന്നതാണ്. അവൻ അറിഞ്ഞില്ല. സ്തോത്രം. അവനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാന് സ്തോത്രം, ദൈവം എനിക്ക് തന്ന 3ാമത്തെ തലമുറയാണ്. ദൈവം തന്ന തലമുറയാണ്. സ്തോത്രം. ആദ്യം 2 തലമുറയെ കർത്താവിന്റെ സന്നിധി ആഗ്രഹിച്ചു ദൈവം തന്ന 3ാമത്തെ തലമുറ ഉണ്ടാവുന്നൊന്നും ഓർത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്ന തലമുറ. ഡോക്ടർ പറഞ്ഞു, കർത്താവിന്റെ ഇഷ്ടം എന്തുവാ അത് നടക്കട്ടെ. പക്ഷെ ദൈവം തന്നതല്ലേ എനിക്ക്. തന്നതിന് നഷ്ടപ്പെടുത്താൻ എങ്ങനെ? ദൈവം തന്നതാണ്. 3ാമത്തെ തലമുറ ഞാൻ ആഗ്രഹിച്ചതല്ല, എന്റെ ദൈവം എനിക്ക് തന്നതാണ്. അപ്പൊ 3 തലമുറ എനിക്ക് ദൈവം തരുമെന്ന് വാഗ്ദത്തമുള്ളതാണ്. അപ്പൊ 3ാമത്തെ തലമുറ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 തലമുറയും കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. സ്തോത്രം. അത് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടണം. കാര്യം ഈ ഡോക്ടറെ ഞാൻ ഒരുപാട് ആ ദിവസങ്ങളെല്ലാം സ്തോത്രം ആ ഡോക്ടറിന്റെ ചില സ്വഭാവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാല് വലിയ പൊള്ളല് കേസുകൾ വരും. തീ വെച്ച് പൊള്ളല്, ആത്മഹത്യ കേസ്, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പൊള്ളല് നോക്കിയിട്ട് പൊള്ളല് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറയും ഒരു 4 മണിക്കൂർ കറക്റ്റ് 4 മണിക്കൂർ കഴിയുമ്പോഴേ ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ചിരിക്കാറുണ്ട്. പുള്ളി വന്ന് പറയും 4 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറേ കാണത്തുള്ളൂ. 4 മണിക്കൂറേ കാണത്തുള്ളൂ. അടുത്ത പുള്ളി ചിലപ്പം വന്ന് പറയും 2 ദിവസം. അങ്ങനെ പുള്ളിയുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, പുള്ളിയുടെ കഴിവായിരിക്കാം, എക്സ്പീരിയൻസ് ആവാം. 2 ദിവസമേ കാണത്തുള്ളൂ. ഇങ്ങനെ പുള്ളിക്കാരൻ പറയുന്നതല്ല അതേപടിയാ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാ കെൽവിനെ നോക്കിയിട്ട് പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നില്ല. 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞപ്പോ ജീവിക്കുന്ന ദൈവം ഇറങ്ങി അങ്ങോട്ട് തൊടാൻ തുടങ്ങി. ദൈവത്തിന്റെ അത്ഭുതം ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. 3 ദിവസമായി. 4ാമത്തെ ദിവസമായപ്പോ മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നവൻ, സ്തോത്രം, ആ അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നമുക്ക് വിശ്വാസം കൊണ്ട് വിടുതലുണ്ടാവും, മാറ്റം ഉണ്ടായില്ല. 4ാമത്തെ ദിവസമായപ്പോ ഡോക്ടറോട് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യും. സൗഖ്യമായിട്ടില്ല. അദ്ദേഹം ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല. ഡിസ്ചാർജ് തരണം. കാര്യം എന്തുവാ? കയ്യിൽ നിന്ന് പൈസ മൊത്തം മറിച്ച പൈസകൾ ആ സമയത്ത് 10-25,000 രൂപ 4 ദിവസം കൊണ്ട് തീർന്നു. പൈസ പൊള്ളലെന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ടാണ്. ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് പൊള്ളലിന്. 25,000 രൂപ തീർന്നു. ഇനിയില്ല പൈസ. സ്തോത്രം. കയ്യിലൊന്നുമില്ല. മട്ടപൂജ്യമായി പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണം, കൊണ്ടുപോകണം. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന അർപ്പിച്ചോളാം. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രസ് ചെയ്തോളാം. സ്തോത്രം. സുനിതയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. സുനിതയോട് ചോദിച്ചു, വട്ടം നിങ്ങൾക്ക് വട്ടമുണ്ടോ? സ്തോത്രം. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് വെച്ചാൽ സ്ത്രീക്ക് വട്ടമുണ്ടോ? എന്ത് പറയുന്നത്? ലക്കില്ലാതെ പറയുന്നത് എന്ത്? ഇവിടെ പറഞ്ഞ് ഞങ്ങൾ പറിച്ചോളാം, ഞങ്ങൾ നോക്കിക്കോളാം, അത് ഡ്രസ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ഇവൻ ജീവിക്കുന്ന. ഞാൻ പറഞ്ഞു ഞാൻ ജീവിക്കുന്നൊന്നുമില്ല. ഇവൻ അംഗവൈകല്യനായി പോകും. ഇവൻ അഥവാ ജീവിച്ചു വന്ന അംഗവൈകല്യനായി പോകും. അവന്റെ ശരീരത്തിനകത്ത് അവന്റെ അവയവം എന്ത് ചെയ്യും? എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാവും. എന്നാൽ കൊച്ചു കുഞ്ഞ് 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന്റെ ശരീരത്തിനകത്ത് തിളച്ച ചൂട് വന്ന് അതിനകത്ത് ഇരുന്ന് എഴുന്നേക്കുമ്പോൾ എന്തോ കണക്ക് കൂട്ടുക. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെല്ലാം ജാതികാരുള്ള ആൾക്കാരാണ്. അവരോടൊന്നും എനിക്കിത് പറയാൻ പറ്റത്തില്ല. അവരെല്ലാം എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓടി വന്നതാ, എല്ലാം നോക്കിയതാ. അവരോട് എനിക്ക് അവിടെ കൊണ്ടുചെന്നാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കൊട്ടാരക്കര എന്റെ ഭവനത്തിനകത്ത് വന്ന എന്റെ ഭവനം അത്ര വിശ്വാസികളൊന്നും അല്ല. വിശ്വാസികളും സ്വയം പേരെയുള്ള ഒരു വിശ്വാസവും ഇല്ല. അവരോട് പറയാൻ പറ്റത്തില്ല. ആരും എനിക്ക് ഷെയർ ചെയ്യാനില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സുഹൃത്ത് പാസ്റ്ററുണ്ട്, തിരുവനന്തപുരത്ത് ഞാൻ വിളിച്ചു. അദ്ദേഹം വന്നു. അയാൾ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് കൊണ്ടുപോകാം, പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനും എന്തായാലും പാസ്റ്റർ 2 ദിവസം വീട്ടിൽ വന്നു, നിങ്ങളോടൊപ്പം. ഞങ്ങള് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തം ഇല്ല, മൊത്തം എഴുതി ഒപ്പിട്ടിട്ട് പൊക്കണം. ഇത് കൊലക്കേസിന് പ്രതിയാവും. അദ്ദേഹത്തിന് വല്ലതും വന്നതിനാൽ നിങ്ങൾ ഇതിന് കൊലക്കേസിന് പ്രതിയാവും. ആ രീതിയിൽ ഞാൻ എഴുതിട്ടുള്ളൂ. നിങ്ങൾ കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, പൈസയൊന്നും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല.
സ്തോത്രം. അത് നിങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ബന്ധം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. സ്തോത്രം. വട്ടാണോ എന്ന് പറഞ്ഞു. അവിടെ വിശ്വാസം കണ്ട് അവിടെ വട്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സഹിച്ചു. ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഉറപ്പായിട്ട് കൊണ്ടുപോകാൻ മനസ്സിലായി. അദ്ദേഹത്തിന് എന്തോ ഒരു മനസ്സിലുണ്ടായി. അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പ്രസ് ചെയ്യാൻ പറഞ്ഞത്, ഇത് നമ്മളെ ഇഡലിയെല്ലാം പുഴുങ്ങുന്ന പോലെ അതിന്റെ കുറച്ച് ബാൻഡേഡും കാര്യങ്ങളെല്ലാം പുഴുങ്ങി എടുത്ത് അതിനകത്ത് അണുക്കൾ വരാതെ എല്ലാം ചെയ്തു. ഭയങ്കര ഡ്രസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ല ഞാൻ ഡ്രസ് ചെയ്യുന്ന ചില സാധനങ്ങൾ മേടിച്ചോണ്ട് പോകും. എന്തായാലും നിങ്ങൾ ഡ്രസ് ചെയ്യും. ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യും. ചെയ്തോ? പക്ഷേ നോ ഗ്യാരണ്ടി. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇവൻ ജീവനോട് ഉണ്ടെങ്കിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകും. 5 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകും. ജീവനോട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. ഇതെല്ലാം പറയുമ്പോൾ ഒരു മാതാപിതാക്കളുടെ വിഷമം എന്തുവാന്ന് അറിയാമോ? അത് കൊച്ചു കുഞ്ഞ് സുവിശേഷ വേലയുടെ എല്ലാം ആരംഭ സമയം അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവനെ ചുമന്നുകൊണ്ട് ഞങ്ങള് വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ പാസ്റ്ററുണ്ട് എന്റെ കൂടെ ഉള്ളത്. എന്റെ അടുത്ത സ്നേഹിതൻ സുമേഷ് പാസ്റ്റർ പറയും, എന്റെ അടുത്ത സ്നേഹിതൻ. പുള്ളിക്കാരന്റെ വൈഫിന്റെ ഡെലിവറി പൈസ വരെ എനിക്ക് തന്നു. അതെല്ലാം 25,000 രൂപ ആയിരുന്നു. സ്തോത്രം. എന്റെ കൂടെ ഡെലിവറിയാ, പുള്ളിയുടെ വൈഫിന്റെ അടുത്ത ആഴ്ച ഡെലിവറിയാ. പുള്ളി അത് എടുത്താൽ പുള്ളിയോ ഇങ്ങനെയല്ലേ സ്വരൂപിച്ച് വെച്ചേക്കുന്ന പൈസ, ഡെലിവറിക്ക് വേണ്ടി വെച്ചേക്കുന്ന പൈസ എടുത്ത് ഇതിനു വേണ്ടി തന്നു. ഞങ്ങള് സ്തോത്രം ഭവനത്തിൽ ചെന്നു. ഭവനത്തിൽ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടെല്ലാം വന്നു എന്തിനാ എപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു? അല്ല, ഇനി അവിടെ കിടത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം തീരുമാനിച്ചു, എന്തുവാ ഒരു മരണമാണ്. എന്നാലും അല്ല, ഒന്നും അറിയാതെ അല്ല ഞങ്ങളെ കൊണ്ടുവന്നു. ഇത് പറയാൻ പറ്റുമോ? സമ്പത്തില്ലെന്ന് പറയാൻ പറ്റുമോ? സമ്പത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിന്റെ നാമം ലംഘിക്കപ്പെടത്തേ ഉള്ളൂ, പരിഹസപ്പെടത്തേ ഉള്ളൂ. അന്ന് രാത്രി ഞങ്ങൾ ഇവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം അധികദാസന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. ഒരു മാറ്റവും ചെയ്യുന്നുണ്ട്, മാറ്റങ്ങളൊന്നുമില്ല. അധികദാസം പോയി. 3-ാമത്തെ ദിവസം ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ ഇവനെ ഞങ്ങൾക്ക് ജീവനോട് തരുന്നെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് ആരോഗ്യത്തോട് തരണം, അംഗവൈകല്യമുള്ളവനായി തരണം. പ്രാർത്ഥിക്കണം. അങ്ങനെ 3 ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഡ്രസ് ചെയ്തത് ഇനി 5-ാം ദിവസം കഴിക്കാൻ പറ്റും, ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് കഴിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചു. 5-ാം ദിവസമായപ്പോ ഞാൻ സുരതയായിട്ട് നേരെ പോയി ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ അദ്ദേഹം ഭയങ്കര ബിസിയുള്ള ആളാണ്. സ്തോത്രം. അവിടെ ഏറ്റവും പൊള്ളൽ കേസിന്റെ ICU നിൽക്കുന്ന ഡോക്ടർ ഭയങ്കര സ്തോത്രം. എനിക്ക് തോന്നുന്നു ഒരു ബ്രാഹ്മണനോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അതെയും കൊണ്ടുവരാൻ ഞങ്ങളെയൊന്നും അല്ല നോക്കുന്നത്, കുഞ്ഞിനെയാണ് നോക്കുന്നത്. പെട്ടെന്ന് അഴിക്കാൻ പറഞ്ഞു. ഡ്രസ്സിങ് അയച്ചപ്പോ പുള്ളി ഞെട്ടിപ്പോയി, കരിഞ്ഞിരിക്കുന്നു. പുള്ളി ഞെട്ടിപ്പോയി. നിങ്ങൾ വേറെ പോലെ മരുന്ന് കൊടുത്തോ? നിങ്ങൾ വേറെ പോലെ ഡോക്ടറിന്റെ അടുത്ത് പോയോ? ഹോസ്പിറ്റലിൽ പോയോ? ഞങ്ങൾ എന്നും പോയില്ല. ഞങ്ങൾ ഇതിന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ജോലി ഇതാ, ഞങ്ങളുടെ തൊഴിലിതാ. ഞങ്ങൾ എന്ത് ചെയ്തു? കുത്തിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. റൂമിനകത്ത് കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചു. അയാൾ പറഞ്ഞു, ഇവന് ഒരു കുഴപ്പമില്ല, ഇവൻ ആരോഗ്യത്തോട് തന്നെ കിട്ടും. സ്വന്തം നിങ്ങൾ ഈ പ്രസിംഗിന് 2-3 ദിവസത്തോടും കൊണ്ടുപോയാൽ മതി. അത് കഴിയുമ്പോൾ എടുത്ത് മാറ്റിക്കോ, സൗഖ്യത്തോടെ വരും. സൗഖ്യത്തോടെ വരുമെന്ന് പറഞ്ഞു. ആ 2-3 ദിവസത്തിന്റെ ഡ്രസ്സിംഗ് കൂടെ കഴിയപ്പോഴേ അവൻ ഓക്കെയാണ്.
അവർ ഓടി നടക്കാൻ തുടങ്ങി. ഇദ്ദേഹം പറഞ്ഞ അംഗവൈകല്യമാവുന്നു. ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്ന കാലെല്ലാം ഇങ്ങനെ പൊള്ളിപ്പോയതാ, കുഴിഞ്ഞു പോയതാ. അവൻ ഓടി നടക്കുന്നു, ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഒരു ഞെട്ടലോട് ഉണ്ടായി. അപ്പോഴും തന്നെ പലരും അവിസ്തോത്രം ദൂരെ നിന്നുള്ളവരെല്ലാം ഈ സംഭവം അറിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ഇവരുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ എന്തുവെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരുടെ മേൽ കിടക്കുന്ന ശുശ്രൂഷ വലിയ ലെവലിലേക്ക് ഇവനെ ദൈവം കൊണ്ടുവന്നു. അങ്ങനെ ഇത്രയെല്ലാം വലിയ ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ മരണത്തിന് മുഖാമുഖം കണ്ടിട്ട് ആർക്കും അമികാലല്ലേ സ്വന്തം ശരീരത്തിന് അംഗവൈകല്യം വരും, അമി രോഗിയാവും, ഒരിക്കലും ഇവന് ഒരു ആരോഗ്യമുള്ളവനാവത്തില്ലെന്ന് പറഞ്ഞ് അമികാലല്ലേ വൈദ്യശാസ്ത്രവും അമി മനുഷ്യന് മുദ്ര വെച്ചപ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് ആരോഗ്യം ബലത്തോടെ അമി ആയുസ്സോടെ അവരെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റായിട്ട് ദൈവം അവരെ കൊണ്ടുവന്നിട്ട് അവനെ അടങ്ങിയിരുന്ന പറ്റുമോ? അവനെ ആരാധിക്കണ്ടേ, അവൻ പ്രാർത്ഥിക്കണ്ടേ, അവൻ ആ ക്രിസ്തുവിനെ ഉയർത്തണ്ടേ. അവൻ മറന്നുപോയാൽ അവനെ ഓർമ്മപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അവൻ എഴുന്നേറ്റ് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. അവനെ മനുഷ്യന് വരുന്നില്ല. അവൻ മനുഷ്യൻ അവൻ പറഞ്ഞത് ഇനി ഉണ്ടാവത്തില്ല, ഇനി അവൻ ജീവനോട് ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. വൈദ്യശാസ്ത്രം പറഞ്ഞു, അവിടെ വൈദ്യശാസ്ത്രം തോറ്റു, മനുഷ്യന്റെ ബുദ്ധി തോറ്റു, ദൈവത്തിന്റെ നാമം ജയിച്ചു. അപ്പോഴവ ഇപ്പൊ വന്നിരുന്നിട്ട് പപ്പ പറയും പറ്റുമോ? ദൈവം ചെയ്തത് മറന്നു പോകാൻ പറ്റത്തില്ല. ദൈവം ചെയ്ത ഉപകാരമാണ്. എനിക്ക് എന്റെ പ്രായത്തിൽ പഠിക്കുന്നവരോടൊപ്പം എനിക്കും ആരോഗ്യം ബലത്തോടും ആയുസ്സോടും ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അടങ്ങിയിരിക്കാൻ പറ്റുമോ? അടങ്ങിയിരിക്കാൻ പറ്റുമോ? ദൈവമക്കളെ, ആരാധന, സ്തോത്രം. ആരാധനയുടെ ഒരു സാക്ഷിയോട് പറയേണ്ട വചനത്തിലേക്ക് കയറാം. സ്തോത്രം. എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ദാസനാണ് ഈ ദേവദാസൻ. ഒരു പീഡികി കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ +2 എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അമികാലിലെ സ്തോത്രം, ഈ ശരീരത്തിന്റെ പുറത്ത് കാണാത്ത ഈ ശരീരത്തിന്റെ തോട് മുതൽ താഴെ അറ്റം വരെ ചുറികൾ വരണം. ഏതെല്ലാം ഡോക്ടറിന്റെ അടുത്ത് പോയി മരുന്ന് കഴിച്ചു, ഒരു വിടുതലുമില്ല. ശരീരത്തിനകത്ത് മൊത്തം ഡ്രസ് ഇടാൻ പറ്റത്തില്ല. ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തം പൊട്ടി പഴുപ്പെല്ലാം ഇതിനകത്ത് പിടിക്കും. ഇവിടെ നാറ്റമാണ് എടുത്തു വന്നത്. നാറ്റം. സ്വന്തം അപ്പനും അമ്മ വരെ പല കാര്യത്തിനകത്തും മാറ്റി. അവിടെ പോകണം, ഇവിടെ ഇന്നോണം, ഇങ്ങോട്ട് വരല്ലേ, അങ്ങോട്ട് വരല്ലേ എന്നെല്ലാം പറയും. നാറ്റം. മുണ്ടുടുക്കാൻ പറ്റത്തില്ല. മുണ്ടായി പറ്റത്തുള്ളൂ. ഉടുക്കാനൊക്കെ മുണ്ടുടുത്ത് കഴിഞ്ഞാൽ മൊത്തം എന്തിക്കും ഈ അമികാലെ പഴുപ്പ മൊത്തം പതുങ്ങി വരും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വാസപ്രാർത്ഥന നടക്കും. ദൂരെ ഒരു സ്ഥലത്ത് ഒരു വാസപ്രാർത്ഥന നടക്കുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വാസപ്രാർത്ഥന. അടുത്ത് പോകാൻ പറ്റത്തില്ല, സഭയിൽ പോകാൻ പറ്റത്തില്ല. സഭയിലൊന്നും ഇപ്പൊ പുള്ളിയെ എന്ത് ചെയ്യുന്നില്ല. അവരുടെ മാതാപിതാക്കള് അങ്ങോട്ടൊന്നും വരണ്ടെന്നാ പറഞ്ഞേക്കും. അങ്ങനെ ദൂരെ സ്ഥലത്ത് പ്രാർത്ഥന നടക്കുന്നെന്ന് പറഞ്ഞ് സ്തോത്രം ഈ വ്യക്തി പോയിച്ചെന്ന് ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പാന്റ് ഇട്ടോണ്ടാ പുള്ളിക്കാരെ പോകുന്നത്. മുൻകൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണുന്നതുകൊണ്ട് കറുത്ത കളറുള്ള പാന്റ്, ഇത് പൊട്ടിയാലും ആരും കാണല്ലേ എന്ന് പറഞ്ഞ് സ്തോത്രം പാന്റ് ഇട്ടോണ്ട് ഷർട്ട് ഇട്ടെന്നെല്ലാം അപ്പോൾ സ്തോത്രം. ഈ ആരാധന മെസ്സേജ് പറയാൻ ഞങ്ങൾ തമ്മിൽ എന്താ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ വർഷിപ്പ് ചെയ്യാൻ നേരം പുള്ളിക്കാരൻ മീറ്റിംഗ് എല്ലാം കൊണ്ട് തുടങ്ങി. കുറച്ചെല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് എല്ലാം പുള്ളിക്കാരൻ വന്ന് കയറി നിന്നാണ്. പുള്ളിക്കാരൻ അല്ലാതെ കയറി കഴിഞ്ഞാൽ വാടകയാണ്. അല്ലാതെ ആരും അടുത്തിട്ട് കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ വരുമ്പോഴേ അറിയാം. നല്ല ചെറുപ്പക്കാരൻ ഈ പുള്ളിക്കാരൻ. സ്തോത്രം. മീറ്റിംഗ് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം വന്നിട്ട് വർഷിപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഏറ്റവും ബാക്കിൽ ആരും കാണാതെ ഒരു ബാക്കിൽ മൂലയിൽ സ്തോത്രം. ഓർക്കുക, തറയിൽ ഇരിക്കാൻ പറ്റത്തില്ല.
തറയിലിരുന്ന ഈ സാധനം എന്ത് ചെയ്യും? മുട്ടും. സ്തോത്രം. പുള്ളിക്കാരൻ ആത്മാവിന്റെ ആരാധന നടക്കുന്നതിന്റെ ആമികാല സന്തോഷത്തിനകത്ത് വന്ന് എന്ത് ചെയ്തു? പുള്ളി എന്ത് മുഴങ്കാല് മടക്കിയിരുന്നു. ആദ്യം പുള്ളി വന്നിരിക്കുമ്പോ പുള്ളിയുടെ മനസ്സിനകത്ത് എല്ലാ കുറ്റബോധവും അപകർഷബോധവും സ്തോത്രം ഈഗോയും സ്തോത്രം ഈ രോഗത്തിന്റെ വേദനയും പ്രയാസവും കലിയും ദൈവത്തോട് എന്തോ പറയണമെന്ന് അറിയത്തില്ല. ദൈവത്തോട് അങ്ങ് പുറകുറുക്കണോ, ദൈവത്തോട് വാശി തീർക്കണമോ, എന്തിനാ ജീവിതം തന്നേ സ്തോത്രം, ഇങ്ങനെയല്ല പല തീരുമാനത്തോടെ വരുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തീരുമാനം എടുത്തു വരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഈ ഒരു ആരാധനയ്ക്ക് ഞാൻ പോകും, ഇതോട് പരിപാടി നിർത്തുമോ, സ്തോത്രം, ഞാൻ ഇനി മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളിക്കാരൻ വന്ന് ഉടങ്കാലം അടക്കിയിരുന്നു. സ്തോത്രം. ദൈവസ്ഥലയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാധന വർഷിപ്പ് അങ്ങോട്ട് പുള്ളിയുടെ ശരീരത്തിനകത്ത് പുള്ളി ഇങ്ങനെ കുറ്റബോധമെല്ലാം പറഞ്ഞ് സ്തോത്രം കുറ്റബോധത്തോടെയും പ്രയാസത്തോടെയും അല്ലെങ്കിൽ അപകർഷബോധത്തോടെ എല്ലാം അങ്ങോട്ട് വന്നിരുന്ന് ദൈവത്തോട് പുറകുറുക്കാൻ തുടങ്ങിയിട്ട് ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അങ്ങോട്ട് ആരാധന വെളിപ്പെടാൻ തുടങ്ങി. പുള്ളിയാണ് ആരാധിക്കാൻ തുടങ്ങി. പുള്ളിയുടെ അതിൽ ഇരുന്ന അവസ്ഥയല്ല പുള്ളി അങ്ങ് മറന്നുപോയി. പുള്ളിയുടെ അവസ്ഥയല്ല പുള്ളി അങ്ങ് മറന്നുപോയി. പുള്ളി എന്ത് ചെയ്യാൻ തുടങ്ങി? ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വം തുടങ്ങി. പുള്ളി പൂർണ്ണമായ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ പോലെ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പുള്ളിയുടെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എങ്ങനെ ഈ പാനെല്ലാം എങ്ങനെ പിടിച്ചിടും, ഇതിനകത്തെല്ലാം പറ്റിച്ചേർന്നിരിക്കുമല്ലോ, ശരീരമായിട്ട് പറ്റിച്ചേർന്ന് ഒട്ടിയിരിക്കുമല്ലോ, എങ്ങനെ ആയിരിക്കും എന്നെല്ലാം ആയിരുന്നു ആദ്യത്തെ ചിന്ത. ഈ ചിന്തയിലങ്ങ് മാറി ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി. ആരാധന കഴിഞ്ഞു. മെസ്സേജിലേക്ക് സമയത്തിലേക്ക് ഞാൻ എഴുന്നേറ്റും. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പകുതിയാകുമ്പോൾ സ്തോത്രം അല്ലെങ്കിൽ പകുതി ഇങ്ങനെ മെസ്സേജ് പറഞ്ഞ് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് അങ്ങോട്ട് പറഞ്ഞു. ദൈവജനം അതങ്ങോട്ട് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് സമയമായപ്പോൾ ഒരാൾ ചാടി എഴുന്നേറ്റ് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള അല്ലേലയും സ്തുതിയും സ്തോത്രം എല്ലാം പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുക. അവിടെ നിൽക്കുന്നവരെല്ലാം ഇവരൊക്കെ വട്ടാണ്. ഇവ എവിടുത്തെയാണ് സ്തോത്രം, ഏത് വീട്ടിലെയാണ് അറിയത്തില്ല, അറിയത്തില്ല. വിദ്യാഭ്യാസത്തിനകത്ത് നല്ല പഠിക്കുന്ന ബുദ്ധി, നല്ല ജ്ഞാനമുള്ളവൻ, അറിവുള്ളവൻ, നല്ല മാർക്കോട് ജയിച്ചവൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റ് വന്ന് നിൽക്കുക. ചാടി എഴുന്നേറ്റ് വന്ന് നിൽക്കുക. ഇതുവരെ ആരും പറയാത്ത രീതിയിലുള്ള സ്തുതി സ്തോത്രങ്ങൾ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും പറയത്തില്ലാത്ത സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞതിന്റെ കാര്യം എല്ലാ ആരോഗ്യത്തും ബലവും എല്ലാ നന്മകളും കൊടുത്തിട്ട് പോലും ദൈവത്തെ എന്ത് ചെയ്യുക? ആരാധിക്കാതെ ജഡത്തിന്റെ ഇഷ്ടമനുസരിച്ച്, ചിന്തയനുസരിച്ച്, ബുദ്ധിപ്രകാരം ആരാധനയ്ക്ക് ഇരിക്കുന്നവർക്ക് തുല്യമല്ല. ഇവന്റെ മേൽ എന്തോ ശക്തി ഇറങ്ങിയിട്ടുണ്ട്, ഇവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഇവന് സ്തുതിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോട് കാണുന്ന രീതിയിൽ, കേൾക്കുന്ന രീതിയിൽ അവന്റെ സ്തുതി സ്വരങ്ങൾ മുടങ്ങി എത്തിപ്പോയി. ദൈവത്തെ ആരാധിക്കുന്ന രീതിയിലുള്ള ആരാധനയല്ല എന്റെ ഉള്ളത്തിനകത്ത് വരുന്നത്. ജീവനുള്ള ആരാധന, വെളിപ്പെടാൻ ആത്മാഭിഷേകത്തോട് ആരാധിക്കാൻ തുടങ്ങി. അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ചാടി എഴുന്നേറ്റിട്ട് എന്റെ അടുത്ത് പറയാം, 1 മിനിറ്റ് എനിക്കൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, 1 മിനിറ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച പറയുന്നതിനകത്ത് ക്ഷമിക്കുക. അമികാതല്ലേ സഭയ്ക്ക് അത് തെറ്റാണെന്ന് അറിയാം. പക്ഷേ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു കാര്യം എനിക്കൊന്ന് പറയാനുണ്ട്. സ്തോത്രം. അവിടെ ഇരുന്ന പാസ്റ്റർമാരും അവിടെ ഇരുന്ന ചില വിശ്വാസികളും എന്ത് ഇടയ്ക്ക് പറയുന്നത്, എന്തോ പറയാൻ പോകുമോ? സ്തോത്രം, സ്തോത്രം. ഞാൻ ഉടനെ വിളിച്ചു വരാൻ പറഞ്ഞു. അടുത്ത് വന്നു. സ്തോത്രം. ഞാൻ മൈക്ക് കൈ കൊടുത്തു. പറയാൻ പറഞ്ഞു, പറയുക. പക്ഷെ ഞാൻ വന്ന സ്ഥിതി നിങ്ങളോട് പറഞ്ഞ പറ്റത്തില്ല. സ്തോത്രം. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിയപ്പോൾ എന്റെ ശരീരത്തിനകത്ത് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ എന്തൊക്കെയോ എന്റെ മേൽ വെളിപ്പെടുന്നത് എനിക്ക് കണ്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആരാധിച്ചു. പാസ്റ്റർ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗത്തിനകത്ത് ആരാധന വെളിപ്പെട്ടപ്പോൾ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് വ്യക്തിയും സൗഖ്യമാക്കുന്ന അത്ഭുത കരങ്ങളെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായ ദൈവത്തെ പിന്നെയും ആരാധിച്ചു. ചില കഴിച്ചപ്പോ ഞാൻ ഓർത്ത ഈ കാല് നൂത്തുവെക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ജനങ്ങളോട് വന്നതാ, എനിക്കെല്ലാം പറ്റിയിരിക്കുക. ഞാൻ കാല് നൂത്ത് വെച്ചപ്പോ ഫ്രീയായിട്ട് കാല് നൂറുന്നു. എന്തുവാ എന്നോ എനിക്ക് അറിയത്തില്ല. വേദന എന്റെ കാലിന് കഴിക്കുമില്ല. ഞാൻ എന്ത് ചെയ്തു? എന്റെ ഷർട്ട് പെട്ടെന്ന് വലിക്കുകയും എന്റെ പുറമെ കാലിൽ വ്രണമെല്ലാം നോക്കിയപ്പോൾ ഒരു വ്രണവും ഇല്ലാത്തവനായി എനിക്ക് ആരോഗ്യമായി ശരീര സൗന്ദര്യമുള്ള
കൊടുത്ത സൗഖ്യങ്ങൾ എന്നിട്ട് കുറെ ക്ലാസ് അതിന്റെ ഒരു പാടുമില്ല, നീ ഒന്നും കാണിക്കാനൊന്നുമില്ല, കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിലോട്ടൊന്ന് ഫോൺ ചെയ്യൂ. ഇപ്പം ഫോൺ ചെയ്താൽ അവർ പറയും എന്റെ അവസ്ഥ എന്ന് പറയും. സ്തോത്രം. ഞാൻ നാറ്റം വെച്ചവരായിരുന്നു, എന്റെ ദൈവം എന്റെ സൗഖ്യമാണ്. അയാൾ എന്നോട് പറയുക, ആ സഹോദരനോട് പറയുക, സ്തോത്രം, എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ദൈവത്തെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? എന്റെ ദൈവം എനിക്ക് തന്ന വിടുതൽ എനിക്ക് മറന്നു പോകത്തില്ല. ഇന്ന് പകൽ ദൈവമക്കളെ ആരാധന, ആരാധന. ദൈവം കൊടുത്ത നന്മ പറയുവാൻ, ദൈവം കൊടുത്ത അനുഗ്രഹം പറയുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്തു. അതാണ് ആരാധന. ഡാൻസ് അല്ല ആരാധന, നൃത്തമല്ല ആരാധന. എനിക്ക് തോന്നുന്നത് ഡാൻസ് കളിക്കാൻ നൃത്തം ചെയ്യുന്നതല്ല ആരാധന. ദൈവം എന്നോട് ചെയ്ത ഉപകാരം, ദൈവം എന്നോട് ചെയ്ത ഉപകാരം. പ്രത്യാശയെ ഉപയോഗിച്ചാലും, അപ്പനെ തള്ളിപ്പറഞ്ഞാലും, സഹോദരനെ തള്ളിപ്പറഞ്ഞാലും, സഭയെ തള്ളിപ്പറഞ്ഞാലും, തള്ളിപ്പറയാൻ തന്നെ കൂടി നിന്ന് എന്നെ വിടുവിക്കേണ്ട ദൈവത്തെ ഉള്ള സന്തോഷമായ ശക്തമായിട്ട് അമേരിക്കയിലെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുക. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദൈവം കൊടുത്ത സൗഖ്യം, ദൈവം കൊടുത്ത അത്ഭുതം, ദൈവം കൊടുത്ത വിടുതൽ, സ്തോത്രം, ഹല്ലേലൂയ. അത് എത്ര പറഞ്ഞാലും തീരത്തില്ല, തീരത്തില്ല. കർത്താവ് ചെയ്ത ഉപകാരം ഇപ്രകാരമാണ്. ദൈവം ഉപകാരം ചെയ്ത ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്തോത്രം. ഏതവസ്ഥ വന്നതാണ്? അവിടെ എഴുന്നേറ്റ് സാക്ഷ്യം പറയാതിരിക്കുവോ? ആരൊക്കെ അടക്കി വെച്ചാലും അടങ്ങിയിരിക്കുവോ? കാര്യം എഴുന്നേറ്റ് പറയും. കാര്യം എന്തുവാ? ദൈവം ചെയ്ത വിടുതലും അദ്ദേഹത്തിന് അറിയാം. ദൈവം എത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടുള്ളതാണ്. ആ വലിയ സ്നേഹത്തെ അതാട്ടി പറയാൻ പറ്റുമോ? എഴുന്നേറ്റ് സ്തുതിക്കണ്ടേ? അതാണ് ആരാധന. ദൈവം നമുക്ക് ചെയ്യുന്ന വിടുതൽ ആരാധന, ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധന. ആ ആരാധനയെ തടയാൻ പറ്റുമോ? സ്തോത്രം. അല്ലാതെ നൃത്തവും ഡാൻസും ഒന്നും അല്ല ആരാധന. സ്തോത്രം. അവൻ ആ സന്തോഷത്തിൽ എഴുന്നേറ്റ് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്ക് നൃത്തമായിട്ടല്ല തോന്നും, ഡാൻസ് ആയിട്ട് തോന്നും. പക്ഷെ അവൻ ഡാൻസ് കളിക്കുന്നതല്ല, അവൻ ദൈവവുമായിട്ടുള്ള സന്തോഷം പങ്കെടുക്കുന്നത്. സ്തോത്രം. അതാണ് ആരാധന. സ്തോത്രം. ഇന്ന് കാണുന്ന പോലെ സമയമാകുമ്പോൾ സ്തോത്രം, ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും അവരുണ്ടാക്കി കൊടുക്കുന്ന ആരാധനകളുണ്ട്. അതൊന്നും അല്ല ആരാധന. ഓർഗൻ വായിക്കുന്ന ആരാധന, മൈക്ക് സിസ്റ്റ്, ആ മൈക്കിന്റെ ഓളം കാണിക്കുന്ന ആരാധന, മിക്സറിനകത്ത് ചെയ്യുന്ന ആരാധന, സ്തോത്രമാലയിലെ അല്ലെങ്കിൽ ഡ്രം അടിക്കുന്ന ആരാധന, ഇതൊന്നും അല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ദൈവജ്ഞാനമായിട്ടുള്ള ബന്ധം ആരാധന. ആത്മാവിൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എന്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരം അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എന്നെ വിളിച്ചത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരാധിക്കും, ഞാൻ സ്തുതിക്കും, എന്റെ ശബ്ദം പുറത്തു വരും. അതാണ് ആരാധന. സ്തോത്രം. ആരാധന, ആരാധന. ഒരു കാര്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. ദൈവത്തിന്റെ ആരാധന വെളിപ്പെടുമ്പോൾ, സ്തോത്രം, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അത് വായിക്കാം. ഒരു മിനിറ്റ്, അതിന്റെ 1-ാം അധ്യായത്തിനകത്തൊന്ന് വരാം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. 2-ാം അധ്യായം. താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ കൽപ്പന നൽകിയ ശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. സ്വർഗാരോഹണം ചെയ്ത നാൾ വരെയും അടുത്തത് അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോയ
എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം. ഒരു മിനിറ്റ്. 40 ദിവസം യേശു ക്രിസ്തു തമ്പുരാൻ അമികാലയിലെ സ്തോത്രം ഉയർത്തെഴുന്നേറ്റത് 40 ദിവസം ആർക്ക് പ്രത്യക്ഷനായി? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരെ വീണ്ടും ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. അവരെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകളെ, ദൂതിനെ, വാഗ്ദത്തത്തെ അവർക്ക് എന്ത് ചെയ്തുകൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു 40 ദിവസം. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റു. യേശു ഉണ്ട്, ജീവനോടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ യഹോവയായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു നായകനുണ്ട്. കർത്താവ് പറഞ്ഞ വചനങ്ങളെല്ലാം പൂർത്തീകരിച്ച് 40 ദിവസത്തോളം അവർക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. അത് കഴിയുമ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തു പോയി. സ്വർഗാരോഹണം ചെയ്ത് പോയി. അത് കഴിയുമ്പോൾ പെന്തക്കോസ്ത് നാൾ പെരുന്നാളും. ആ പെരുന്നാളിന്റെ സമയത്ത് മർക്കോസിന്റെ മാളിക മുകളിൽ ഒരു 120 പേർ കർത്താവ് പറഞ്ഞത് കേട്ടും പഠിപ്പിച്ചതും ഓർമ്മ വന്ന് വീണ്ടും അവരതെല്ലാം ആവർത്തിച്ചു. അവരതിനെ പഠിപ്പിച്ചു. അതിന് കീഴ്പ്പെട്ടായി 120 പേർ എവിടെ ഇരുന്നു? മർക്കോസിന്റെ മാളിക പുറത്തിരിക്കുമ്പോഴും പേടിച്ചായിരുന്നു, ഭയത്തോടായിരിക്കും, ധൈര്യത്തോടാണ്. കർത്താവായ യേശുവിന് അവർക്ക് 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം ഇരുന്നു. അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ചിട്ട് കർത്താവ് പോകുമ്പോൾ, സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുക. അവർക്ക് എന്തുണ്ട്? ഭയമുണ്ട്, ഭീതിയുണ്ട്. ആരെ? യഹൂദ ജനത്തെ, യഹൂദന്മാരെ, പരിശീലന്മാരെ, പുരോഹിതന്മാരെ, ശാസ്ത്രിമാരെ, അവർക്ക് ചുറ്റുമുള്ളവരെ എല്ലാം ചെയ്യോ ഭയപ്പെട്ട്. അവർ 40 ഭയപ്പെട്ട് 120 പേർ മർക്കോസിന്റെ മാളിയിൽ ചില ദിവസങ്ങളോട് ഇരിക്കും. ഈ 40 ദിവസം കർത്താവ് കൂടെ ഉള്ളപ്പോഴും കർത്താവ് പോയി കഴിഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നവരെയുള്ള ആദ്യകാല അനുഭവങ്ങളെ അല്ലെങ്കിൽ ആ സന്തോഷങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് അവർ ഒളിച്ച് ആരും അറിയാതെ 120 പേര് മർക്കോസിന്റെ മാളികയിൽ നിന്ന് ആരെ സ്തുതിച്ചുകൊണ്ടിരിക്കുക? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ വെളിപ്പെടുന്ന ആരാധന വന്നില്ല. അവരുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആരാധന അവരുടെ മേൽ വന്നില്ല. അവരെ കാത്തിരുന്ന് പേടിച്ച് മറ്റാരെ കേൾക്കാത്ത രീതിയിൽ അവർ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെന്തക്കോസ്ത് നാൾ വന്നു. അടുത്ത 2-ാം അധ്യായം ഒരു വായിക്കാം. എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ അടുത്തത് പെട്ടെന്ന് കൊടിയേകാൽ തടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവനും നിറച്ചു. മക്കളെ, ഇന്ന് ചില നാളുകൊണ്ട്, ചില മാസങ്ങളുകൊണ്ട്, ചില വർഷങ്ങളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വാക്ക് ഇതിനകത്ത് ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് ഒറ്റ നിമിഷം പോലും വേണ്ട ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ. അപ്പോഴ് നമ്മൾ നിരാശപ്പെട്ടു പോയാൽ അത്ഭുതം നടക്കത്തില്ല. നമ്മൾ തളർന്നു പോയാൽ അത്ഭുതം നടക്കത്തില്ല. നമ്മൾ നിരാശപ്പെടാതെ, തളർന്നു പോകാതെ ആ ദൈവത്തെ ഉറക്കെ മുറുകി പിടിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ മുറുകി പിടിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന ആമികാലയിലെ സ്തോത്രം വെളിപ്പാടുകളെ മുറുകി പിടിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ മുറുകി പിടിച്ചുകൊണ്ട് യഥാർത്ഥമായ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ഏത് നിമിഷം വേണമെങ്കിലും ആരുടെ മേൽ പ്രവർത്തിക്കും, നമ്മൾ മേൽ പ്രവർത്തിക്കും. നമ്മളൊരു പാട്ട് പാടി ആരാധിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു? സ്തോത്രം, രോഗം വന്നാലും മാരാരോഗം വന്നാലും ആര് നിന്റെ കൂടെ ഉണ്ട്? ദൈവം നിന്റെ കൂടെ ഇല്ലയോ? അതിനകത്ത് നീ സന്തോഷിക്കുഞ്ഞേ, സന്തോഷിക്ക്. നീ അതിനകത്ത് സന്തോഷിക്ക്. ഏത് രോഗം വന്നാലും ആരുണ്ട്? നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മേൽ ആരുണ്ട്? അപ്പോഴും നിന്റെ കുടുംബത്തിനകത്ത് ഒരു അനർത്ഥം വരാൻ ആരും സമ്മതിക്കത്തില്ല. ഈ രോഗം മൂലം നിനക്കൊരു അനർത്ഥം വരാൻ ആരും സമ്മതിക്കുന്നില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. മറ്റുള്ളവർക്ക് ചിരിക്കാൻ അനുവദിക്കത്തില്ല. ചിലർ ചിരിക്കുന്നത് ചിരിച്ചോട്ട് ആ ചിരി അവസാനിക്കാൻ പോവുക. ആരുയർത്താൻ പോവുക? കർത്താവ് ചില കുടുംബത്തെ ഉയർത്താൻ പോവാണെന്ന് ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. എന്റെ കുടുംബത്തെ ചിലർ ചിരിക്കുന്നുണ്ടല്ലോ, എന്റെ കൂട്ടക്കാർ ചിരിക്കുന്നുണ്ടല്ലോ, എന്റെ ബന്ധുപാദികൾ ചിരിക്കുന്നുണ്ടല്ലോ, എന്റെ സുഹൃത്തുക്കൾ ചിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് പകല് പരിശുദ്ധാത്മാവ്
മകളെ വിശ്വസിച്ച് ഏറ്റെടുക്കൂ, വിശ്വസിച്ച് ഏറ്റെടുക്കൂ. എന്റെ കുടുംബത്തിനെതിരെ വാദിക്കുന്ന ചില തന്ത്രങ്ങൾ, വാദിക്കുന്ന ചില ശത്രുക്കളുടെ മുഖങ്ങൾ, ചില പരിഹാസങ്ങൾ, ചില അപമാനങ്ങൾ പെട്ടെന്ന് ദൈവം കൊടിയമായിട്ട് അടിക്കുന്നത് പോലെ ആകാശത്തിൽ ഒരു ശബ്ദത്തിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഓരോ കുടുംബത്തോടും ദൈവത്തെ ദൂതി വിളിച്ചു വെക്കുക. എന്റെ കുടുംബത്തെ പരിഹസിക്കാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ കുടുംബത്തെ അപമാനിക്കാൻ വിട്ടുകൊടുക്കത്തില്ല, എന്റെ കുടുംബം ഒരു പരിഹാസമായി നിർത്തത്തില്ല. ദൈവത്തെ അത്ഭുതത്തോടെ നിന്റെ കുടുംബത്തെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിന്റെ വലിയ കൃപയുടെ മകനെ വെളിപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പല കുടുംബത്തിനകത്തും പല വ്യക്തികളെ എനിക്കറിയാം. സ്തോത്രം, എല്ലാം ഉണ്ടായി ജനിച്ചതാ, പക്ഷെ ഒന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ല. ഇന്നൊരു പിച്ചക്കാരനെ പോലെ പാത്രം നീട്ടിക്കൊണ്ട് നിൽക്കുക, പ്രൈസിലോ ആഹാരത്തിന് വേണ്ടി നിൽക്കുക. വലിയ പദവി, വലിയ രീതിയിലാണ് ജനിച്ചത്, വലിയ കുടുംബത്തിലാണ് ജനിച്ചത്, പക്ഷെ കാര്യമില്ല. അവരുടെ കുടുംബക്കാരെല്ലാം വലിയ ലെവലിൽ തന്നെ പോകുന്നത്. പക്ഷെ ഇന്ന് ഹല്ലേലൂയ കൈ നീട്ടി നിൽക്കുക. ആ അവസ്ഥയിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ തലമുറ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ തലമുറയെ നമ്മളെ ദൈവം എന്ത് ചെയ്തേക്കുക? അനുഗ്രഹിച്ചിരിക്കുക. നമ്മളെ കൈവിടുവോ? ഉപേക്ഷിക്കുവോ? തള്ളിക്കളയുമോ? കർത്താവ് നമ്മളെ എന്ത് ചെയ്യുക? അനുഗ്രഹിച്ചല്ലേ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ, കുറവുണ്ടോ? നമ്മളെ തലമുറയുടെ ആവശ്യത്തിനകത്ത് കുറവുണ്ടോ? നമ്മളെ വസ്ത്രത്തിനകത്ത് കുറവുണ്ടോ? നമ്മളെ ആഹാരത്തിനകത്ത് കുറവുണ്ടോ? വചനത്തിനകത്ത് കുറവുണ്ടോ? അല്ലെങ്കിൽ ആത്മീയ കാര്യത്തിനകത്ത് കുറവുണ്ടോ? ഭൗതിക കാര്യത്തിനകത്ത് കുറവുണ്ടോ? വിദ്യാഭ്യാസത്തിനകത്ത് കുറവുണ്ടോ? ഒന്നിനും കുറവില്ലാതെ ആരനുഗ്രഹിക്കുക? സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഇടിമുഴക്കം പോലെ ആകാശം ശബ്ദം വന്നു. അവരെ ആരാധിക്കാൻ തുടങ്ങി. അതുവരെ പേടിച്ചിരുന്നവർ പേടി മാറി, ഭയം മാറി. ഇന്ന് പറയുക, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദൂത് നമ്മളോട് വിളിച്ചു പറയുക, ഇന്ന് ഭയവും ഭീതിയും നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ എടുത്ത് മാറ്റിക്കോ. ദൈവമക്കളെ, പകൽ എടുത്ത് മാറ്റിക്കോ. കാര്യം എന്തുവാ? നിന്റെ ഭയവും ഭീതിയും പല നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, നന്മയ്ക്കും അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. എന്താവട്ടെ എന്തിനും എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ സഹിക്കാൻ തയ്യാറാ. സ്തോത്രം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചില മക്കളെ കൊണ്ട് ചില മാതാപിതാക്കൾക്ക് ഭയങ്കര അപമാനം, അതേപോലെ തന്നെ ചില മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്ക് അപമാനം. ഇതെല്ലാം നമ്മൾ സഹിക്കും, കാര്യം എന്തുവാ? നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തോ സഹിക്കുന്നത്? മക്കൾക്ക് വേണ്ടി നിങ്ങൾ അപമാനപ്പെടുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മക്കള് വഴി മാതാപിതാക്കള് അപമാനപ്പെടുന്നുണ്ട്, അവൻ ലോകത്തിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതി അപമാനപ്പെടുന്നുണ്ട്. നിങ്ങൾ അതേപോലെ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ? സ്വന്തം നമ്മളെ ഇത്രയെല്ലാം പോറ്റി വളർത്തുന്ന, ഇത്രയെല്ലാം അനുഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ഒന്നും സഹിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ നാമത്തിന് ഇന്ന് ഒരു കാര്യം പറയും. ഇന്നത്തെ ആരാധന കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറയാം, ആരാധനയ്ക്ക് വന്ന് നിനക്ക് നാണമില്ലടാ എന്നെല്ലാം പറഞ്ഞ് രണ്ട് ഗീതയെല്ലാം വിളിക്കുന്നു. ഉടനെ പറയും, കർത്താവെ കണ്ടോ, ഞാൻ അങ്ങനെയൊക്കെ ആരാധിക്കാൻ പോയിട്ട് എന്ത് കേട്ടത്? നമ്മൾ ഉടനെ പറയും, ഇല്ലയോ? ഉടനെ ആരോട് കൊടുക്കാൻ പറഞ്ഞു? കർത്താവിനോട് പറയും, കർത്താവെ അങ്ങേക്ക് വേണ്ടി. എടാ, ഇത് ഞാൻ ദൈവനാമത്തിന് വേണ്ടിയാണ് കേട്ടത്, ഞാൻ ബൈബിൾ എടുത്തോണ്ടാണ് കേട്ടത്, ഞാൻ സ്തോത്രം പറയുന്നു. നീ ബൈബിൾ എടുക്കും, അടിയനാൾ പോകത്തില്ല, നീ ബൈബിൾ എടുക്കും. നീ ഈ ബൈബിളിനെതിരെ സംസാരിക്കത്തില്ല, ഈ ബൈബിളിന് വേണ്ടി നീ നിൽക്കും. ആ രീതിയിലേക്ക് ദൈവം തന്നെ കൊണ്ടുവരും. നമ്മൾ എത്ര പേര് പറയും, പാസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ച് ഭയങ്കര സന്തോഷത്തോട് വീട്ടിൽ ചെന്നപ്പോഴതാ അയലത്തെ വീട്ടുകാരെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ നമുക്ക് വലിയ പരാതിയാക്കും, അല്ലയോ? അതെ, മക്കൾക്ക് വേണ്ടി എവിടെങ്കിലും കിടന്ന് അപമാനപ്പെട്ടാലും പരാതിയില്ല, അങ്ങ് സഹിക്കും, മിണ്ടാതി. അതുപോലെ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് കിട്ടിയാലും മിണ്ടാതി സഹിക്കും. കാര്യം എന്തുവാ? നമ്മുടെ കൂടെ ഉള്ളതാ നമുക്ക് കാര്യം, അതിലും കൂടെ ഉള്ളതാ കർത്താവ്. അത് തിരിച്ചറിയും. സഹിക്കാൻ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് സഹിച്ചാൽ സ്തോത്രം. എനിക്ക് സ്തോത്രം സുനിതയോട് ഭയങ്കര കാര്യം തോന്നുന്നത്. സുനിത എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ഇത് കർത്താവിന് വേണ്ടി സഹിക്കുന്നത് എനിക്ക് ഒരു വിഷയമല്ല. കർത്താവിന് വേണ്ടി ഇത്രയല്ല സഹിച്ചില്ല, പിന്നെ എന്തിനാ ജീവിക്കുന്നത്?
സ്തോത്രം. എന്ത് നിന്നയാലും പരിഹാസയാലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ വൈഫിനോട് താല്പര്യം തോന്നുന്ന ആ ഒരു കാര്യത്തിനാണ്. സ്തോത്രം. എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യത്തിനാണ്. കാര്യം എന്തുവാ, അവൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദൈവനാമത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്നു, എനിക്ക് അതിനകത്ത് ഒരു വിഷമവുമില്ല. കാര്യം എന്തുവാ, ഇത് കർത്താവിന് വേണ്ടി. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് കർത്താവിന് വേണ്ടി സഹിക്കുന്നത് നമുക്ക് വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹിച്ചാൽ നമുക്കത് വലിയ കാര്യമല്ല. കാര്യം എന്തുവാ, നമ്മളത് സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിന് തയ്യാറാവണം. ആർക്ക് വേണ്ടി സഹിക്കാൻ? കർത്താവിന് വേണ്ടി സഹിക്കാൻ. അവരുടെ മേൽ പെട്ടെന്ന് ആകാശത്തൊരു ശബ്ദമുണ്ടായി, ഇടിമുഴക്കമുണ്ടായി. അവരുടെ മേലിലേക്ക് ആ ദൈവശക്തി ഇറങ്ങി. അവർ ഇരുന്നിടത്ത് മുഴുവനും ആ ദൈവശക്തി നിറഞ്ഞു. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? നാവ്, മൗനമായിട്ടിരുന്ന നാവ് കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആർപ്പോട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം. അത് രാത്രിയുടെ യാമമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. രാത്രിയുടെ യാമത്തിൽ അവർ ശബ്ദമുയർത്തി ആരെ സ്തുതിക്കാൻ തുടങ്ങി? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഭയപ്പെട്ടിരുന്നവരാ, പകല് ഭയപ്പെട്ടിരുന്നവരാ, പകല് വെളിച്ചത്തിൽ ഭയപ്പെട്ടിരുന്നവരാ. രാത്രിയുടെ യാമമായപ്പോൾ ദൈവം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വെളിച്ചം അവരുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ ഇടിമുഴക്കം പോലെ ദൈവത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വം തുടങ്ങി. ദൈവശക്തിയാണ്. ഇതാണ് ആരാധന. ആരാധന, ആരാധന. അല്ലാതെ പാട്ട് പാടിയിട്ട് സ്വയം കിടന്ന് ഡാൻസ് കളിക്കുന്നതല്ല ആരാധന. ആരാധന വേറെ, ഡാൻസ് വേറെ. കാര്യം എന്താന്ന് പറഞ്ഞാല്, സ്തോത്രം, കാര്യം എന്താന്ന് പറഞ്ഞാൽ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഡാൻസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. എന്റെ ശരീരം കൊണ്ട് ഞാൻ പലപ്പോഴും ഡാൻസ് കളിക്കാറുണ്ട്. ഡാൻസ് സ്വന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ബേസ് ഉള്ള കാര്യമാണ് ഡാൻസ്. അതുകൊണ്ട് എനിക്കറിയാം ഡാൻസ് വേറെ, ആരാധന. ആരാധനയും ഡാൻസുമായിട്ട് ഒന്നാവത്തില്ല. സ്തോത്രം. ആരാധനയും ഡാൻസും ചെയ്യത്തില്ല, ഒന്നാവത്തില്ല. ആരാധന ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധമാണ്. അത് ഞാൻ പോലും അറിയത്തില്ല. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ജഡവും എന്റെ ശരീരവും എന്റെ മനസ്സും എല്ലാം ദൈവത്തോട് ചേരും. അതാണ് ആരാധന. സ്തോത്രം. അടുത്ത വാക്യം. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ആരാധന അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോ അവരുടെ ഭയം മാറി. ദേശം മുഴുവനും 120 പേരുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ദൈവമായി സംസാരിക്കുന്ന, ദൈവമായി ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ ശബ്ദം വെളിവരാൻ തുടങ്ങി. സ്തോത്രം. അവിടെ വന്നുകൂടിയവരുടെ ഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് ആരാധന മാറി. സ്തോത്രം. കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ കർത്താവിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞ്, കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞ് പത്രോസ് വരെയും കർത്താവിനെ തെല്ലി പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. സ്തോത്രം. ആരാധന വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവന്റെ മേലിലേക്ക് വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് എവിടെ കർത്താവിനെ സ്തോത്രം അറിയത്തില്ലെന്ന് പറഞ്ഞു, എവിടെ 3 വട്ടം കർത്താവിനെ തള്ളി പറഞ്ഞു, ആ സ്ഥലത്ത് വന്ന് കർത്താവിനെ ഉയർത്താൻ തുടങ്ങി. സ്തോത്രം. അതിനകത്ത് 4-ാം വാക്യത്തിനകത്തേക്ക് വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ ഭയപ്പെട്ടവന്റെ ചിന്ത മാറി. അവനെ സ്തോത്രം, അവന്റെ രൂപവും അവന്റെ ഭാവവും അവന്റെ പ്രവൃത്തി എല്ലാം മാറി. അവൻ ആരെന്ന് വെളിപ്പെടാൻ തുടങ്ങി. ഏതാ 4-ാം അധ്യായത്തിനകത്ത് 11-ാം വാക്യം മുതൽ വായിക്കാം. 10-ാം വാക്യം മുതൽ വായിക്കും. നിങ്ങൾ ക്രൂശിച്ചവനും ഈ യേശുവിനെ അറിയാമോന്ന് ചോദിച്ചപ്പോഴാ 3 വട്ടം തള്ളി പറഞ്ഞു. എന്തുവാ? എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്ര. കാര്യം എന്തുവാ? അത് പറഞ്ഞാൽ ചിലപ്പോ യേശുവിനോടൊപ്പം എന്നെ ക്രൂശിച്ചാലും ഭയമായിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഭയമില്ല. നമ്മളെ നോക്കി ഒരുത്തൻ പരിഹസിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ അവന്റെ മുഖത്ത് നോക്കി യേശു നമ്മളെ വിടുവിക്കുമെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വേണം, ദൈവശക്തി നമ്മളെ മേൽ വേണം. അങ്ങനെ ദൈവത്തെ ഉയർത്തി പറയുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അടുത്ത പറയുക, വായിക്കാം. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഓടിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തനും രക്ഷയില്ല.
സ്തോത്രം അടുത്ത റൂട്ട് മാറി. കഴിയുക അവരുടെ സംസാരത്തിന്റെ അധികാരം മാറി, അവരുടെ ചിന്തകൾ മാറി. അവൻ എടുത്തതായി പറയുക, മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേളിലും ഒരു നാമം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന നാമം. ഈ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ഈ യേശു ക്രിസ്തു ആരെന്ന് പറയാൻ മടിച്ചവൻ, 3 വട്ടം തള്ളിപ്പറഞ്ഞ് മാറി ഒളിച്ചുപോയവൻ, ഓടിപ്പോയവൻ വന്ന് പറയുക, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവത്തിന്റെ ആ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ, ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് എന്ന് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത്, യേശുവിന്റെ നാമത്തിലായി രോഗസൗഖ്യം ചെയ്യുന്നത്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നസറേനായ യേശുവിന്റെ നാമത്തിലാണ്. അടുത്തിട്ട് പറയുക, അവിടുത്തെ പ്രമാണികളെ നോക്കി പറയുക, അവിടുത്തെ പുരോഹിതന്മാരെ നോക്കി പറയുക, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലും ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അത് വിളിച്ചു പറയാൻ ധൈര്യം എവിടെ കിട്ടി? പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വെളിപ്പെട്ടു. വായിക്കുമ്പോൾ ആകാശത്തിന് ഇടിമുഴക്കപോലെ ഒരു ശബ്ദം കേട്ടു. അവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. അവരുടെ നാവുകളെ പിളർന്നു. അഗ്നിനാവ് പോലെ അവർ സംസാരിക്കാൻ തുടങ്ങി. ആരെ സ്തുതിക്കാൻ തുടങ്ങി? യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, ദൈവജനത്തിലേക്ക് ദൈവശക്തി അവൻ വെളിപ്പെട്ടപ്പോൾ, ദൈവശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെട്ടപ്പോൾ, വിശേഷത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ ഭയം മാറി, ഭീതി മാറി. അതാണ് ആരാധന. ദൈവമക്കളുടെ ആരാധന എന്ന് പറയുന്നത് അവന്റെ ഭീതി മാറുന്നതാണ്, ദൈവമായിട്ടുള്ള ബന്ധം കൂട്ടുന്നതാണ്. അതാണ് ആരാധന. അവൻ ബലപ്പെടുന്നതാണ്, ശക്തി പ്രാപിക്കുന്നതാണ്, അവൻ ലഭിക്കുന്നത് ഉറപ്പ് നൽകുന്ന ആരാധന. അവൻ ആരാധന വെളിപ്പെടുത്തി കൊടുക്കുന്ന ആരാധന. കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അവൻ ആരുടെയും നാവ് വെച്ച് തന്നെ അവൻ കർത്താവിനെ ഉയർത്തുക, പറയുക, മറ്റൊരിക്കലും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേളിലും ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമം. അത് ഉയർത്താൻ തുടങ്ങി. ഇന്ന് പലർക്കും നമുക്ക് ചിലപ്പോൾ കർത്താവിനെ ഉയർത്താൻ പറ്റാതെ ലജ്ജയോ പരിഹാസമായിട്ടോ എല്ലാം നമ്മുടെ ഉള്ളത്തിനകത്തുണ്ടെങ്കിൽ, സ്തോത്രം ഓർത്തു, ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മളെ മേൽ വെളിപ്പെടുന്ന രീതി വെളിപ്പെടുന്നില്ല. വെളിപ്പെടുന്നുവെങ്കിൽ നമ്മൾ ആരെ ഉയർത്തുന്നു? കർത്താവായ യേശുവിനെ ഉയർത്തും. അതിന്റെ 3-ാം അധ്യായം മുതൽ ഒന്ന് വായിക്കാം. 1-ാം അധ്യായം മുതൽ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. 3:1 മുതൽ. കണ്ടോ, 2-ാമത്തെ അധ്യായത്തിൽ അവൻ പ്രാപിച്ചു. അവൻ മറ്റുള്ളവരോട് വെളിപ്പെടുത്തി കൊടുത്തു, മറ്റുള്ളവരോട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അന്യഭാഷയാൽ ദൈവത്തോട് സംസാരിക്കുന്നു, അഭിഷേകത്താൽ ഞങ്ങൾ നിറയുന്നു. അവന്റെ ഭീതി പോയി, ഭയം മാറി. 3-ാമത്തെ അധ്യായത്തിനകത്ത് അവൻ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ കൃപ പ്രാപിച്ച്, ദൈവശക്തി പ്രാപിച്ചു ഒരുത്തൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ഒരിക്കൽ എന്ത് ചെയ്തു? പുറത്തോട്ട് വരുക. അവൻ അടങ്ങിയിരിക്കുന്നില്ല. ഇനിയും ഉള്ളത് ഒന്നുകൂടെ നമ്മൾ കേട്ടത്, ഇന്ന് പകൽ ഒന്നുകൂടെ ബലപ്പെടുന്നത്. ഒന്ന് വായിക്കാം. സ്തോത്രം. ഒരിക്കൽ പത്രോസും യോഹന്നാനുമായി ദേവാലയത്തിലേക്ക് കടന്നു പോവാ. 9-ാം മണി നേരത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു കയറുക. ദൈവകൃപ പ്രാവശ്യത്താ കടന്നു പോകുന്നത്. അപ്പോഴേ
അമ്മയുടെ ഉദരത്തിലെ മുണ്ടത്തനായവൻ, അവൻ അരയ്ക്ക് കാപ്പോട്ട് ശേഷിയില്ലാത്തവൻ, അവനെ കൊണ്ടുവന്നിരുത്തുന്നു. എവിടാ? ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഒരു പിച്ചയ്ക്ക് കൊണ്ടുവന്നിരുത്തുക, പിച്ചയായിരിക്കാൻ ഇരുത്തുക. ദേവാലയത്തിൽ പോകുന്നവരും വരുന്നവരും എല്ലാം ചെയ്യും. അവന്റെ തൊഴിൽ അവനെ അവന്റെ ശരീരം കൊണ്ട് അതേ പറ്റത്തുള്ളൂ. അവന് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ വലിയ സമ്പന്ന കുടുംബത്തിലൊന്നും അല്ല, സാധാരണപ്പെട്ട കുടുംബത്തില്. അവന് ആകെയുള്ള വരുമാനം എന്തുവാ? ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അവനെ ഇരുത്തും. അതുപോലെ ദേവാലയത്തിന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ എടുത്തോളൂ. സ്തോത്രം. അതുവരെയുള്ള കളക്ഷന അവന്റെ ജീവിതമാണ്. സ്തോത്രം. അടുത്തത് സുന്ദരം എന്ന് പറയുന്ന ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ആരെ കൊണ്ടിരുത്തും? അമികാലിക പിച്ചയായിരിക്കാൻ വേണ്ടി അമികാലിക അരയ്ക്ക് ദാപ്പോട്ട് തളർന്നവനെ കൊണ്ടിരുത്തും. അടുത്തത് സ്തോത്രം. കണ്ടോ? പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ അവൻ അതുപോലെ അവൻ സാധാ ചെയ്യുന്ന പോലെ എന്ത് ചെയ്തു? അവരോട് ചോദിച്ചു. സ്തോത്രം. ദൈവമക്കളോട് ചോദിക്കുമ്പോൾ ദൈവമക്കളുടെ മറുപടി ഇതായിരുന്നു. പക്ഷെ നമ്മൾ ദൈവമക്കളോട് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇതല്ല മറുപടി വരുന്നത്. ലോകപരമായ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ പലപ്പോഴും ദൈവമക്കൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾക്ക് പലപ്പോഴും നീയൊക്കെ പൂർണ്ണമായ ദൈവത്തിന്റെ വിടുതലുകളും അനുഗ്രഹവും നീ അവർക്കത് പ്രാപിക്കാൻ കഴിയാതെ ഏത് വിഷയമാണ്. ഇന്ന് പകലിൽ നമ്മൾ പാടിയതുപോലെ എല്ലാം നിസ്സാരമായിട്ട് കാണുക. എല്ലാ വിഷയത്തെ നിസ്സാരമായിട്ട് കാണുക. നിസ്സാരമായിട്ട് കാണുന്നത് ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹവും ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. അടുത്തത് വായിക്കാം. പത്രോസും യോഹന്നാനും അവനെ എന്ത് ചെയ്തു? ഒറ്റ വിഷയം അയച്ചപ്പോ അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോ പുള്ളിക്കാരെ നല്ല വലിയത് എന്ന് പറഞ്ഞാൽ മറ്റവരെല്ലാം എന്ത് ചെയ്യും? പോകുമ്പോൾ നോക്കും, പിച്ചയായിരിക്കും, നോക്കും, അല്ല ഇട്ടിട്ട് പോകും. അതല്ല, ഇവര് ഒറ്റ നോക്കി എന്ന് പറയുമ്പോൾ എന്തുവാ? അവിടെ നിന്ന് അവര് നോക്കും, ഇവരെ കുറച്ചു നേരം നോക്കും. അപ്പോഴേ അവരുടെ ചിന്ത എന്തുവാ? വളരെ കൂടുതൽ. ഇന്ന് ദൈവമക്കളുടെ ചിന്ത ഇങ്ങനെ ആയിരിക്കണം. ഇനി അടുത്ത വായിക്കാൻ പോകുന്ന വാക്യത്തിന്റെ രീതിയിലായിരിക്കണം പരിശുദ്ധാത്മാവ് വായിച്ച ദൈവമക്കൾ. സ്തോത്രം. അടുത്തത് സ്തോത്രം. പത്രോസും യോഹന്നാനും അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ നല്ലോണം ഞങ്ങളെ നോക്കും. അപ്പോഴവൻ തീരു ഒന്നുകൂടെ നല്ലോണം നോക്കി. കാര്യം എന്തുവാ? വല കിട്ടുമെന്നോ, വല വലുതായിട്ട് കിട്ടുമെന്നോ. അടുത്തത് ഇമ്പോസിബിളായ കാര്യം ദൈവം പോസിബിൾ ആക്കി. ദൈവത്തിന് പകരം ആദ്യമേ പറയുന്നു 40 വയസ്സ് പ്രായമുള്ള എന്തുവാ വചനം പഠിക്കുമ്പോൾ അവന്റെ പ്രായത്തെ കുറിച്ച് പറയുന്നു. സ്തോത്രം. അവൻ അരക്കി താപ്പോട്ട് ജന്മനാൽ എന്ത് തറവാദം പഠിച്ചു. അവനെ നോക്കിയിട്ട് പറയുമോ? അവനോട് പറയുമോ, നീ ഞങ്ങളെ ഒറ്റ നോക്ക്. അവൻ ഒറ്റ നോക്കി വല്ലോ കിട്ടുമെന്ന് ഓർത്തു. എടുത്തവായി പത്രോസ് പറയുക, സ്തോത്രമല്ലേ, വെള്ളി പൊന്നുവൊന്നും ഞങ്ങൾക്ക് തരാനില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം തരാറുണ്ട്. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രിയ ദൈവമക്കളെ, അഭിഷേകമുള്ള ദൈവമക്കൾക്ക് ഇതേപോലെ പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് വീണ് പോകത്തില്ല, ഇതിനകത്ത് തളർന്നു പോകത്തില്ല, ഇതിനകത്ത് വീഴാനും തളരുവാനല്ല ദൈവനെ വിളിച്ചത്. ഞാൻ ഇന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കുക. എന്നെ ഒരു ശക്തിക്കും എത്തിക്കുവാൻ കഴിയത്തില്ല, ഒരു കാര്യങ്ങൾ പദ്ധതിക്ക് തട്ടിപ്പിക്കുവാൻ കഴിയത്തില്ല, ഒരു കാര്യങ്ങൾ പദ്ധതിക്ക് തെറ്റിപ്പിക്കുവാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു ഞാൻ എഴുന്നേൽക്കുക. എന്റെ തലമുറയെ കുറിച്ച് മുൻപിരിക്കുന്നവർ, എന്റെ തലമുറയെ ആക്ഷേപിക്കുന്നവർ, പരിഹസിക്കുന്നവർ, ഇന്ന് പകൽ നസ്രനായ യേശുവിന്റെ നാമത്തിൽ പറയുക. ഇന്ന് പകൽ നസ്രനായ യേശുവിന്റെ നാമത്തിൽ പറയുക. ചാടി എഴുന്നേൽക്ക്. ആ വിഷയത്തിനകത്ത്
അഭിഷേകത്തിന്റെ ശക്തി. അടുത്തത് സ്തോത്രം കണ്ടോ? അല്ല, പത്രോസ് അഭിഷേകം പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ചിട്ട് നമ്മളെ പോലെ നടക്കുമോ നടക്കത്തില്ലയോ എന്നല്ല ചോദിച്ചത്. അവന് മനസ്സിലായി അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിക്ക് എന്തുണ്ടായി. സ്തോത്രം. കർത്താവ് പറഞ്ഞില്ല നീ കുരുടനെയും ആ മുടന്തനെയും നടത്താനല്ല നിനക്ക് പറഞ്ഞില്ല. പക്ഷെ അവനൊരു കാര്യം മനസ്സിലായി, ദൈവശക്തി എന്ന മേൽ വെളിപ്പെട്ടാൽ എന്തും നടക്കും. അവനങ്ങോട്ട് വന്ന് യേശുപ്പച്ച ഇന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ, യേശുപ്പച്ച എന്നെ ചോദിക്കട്ടെ എന്നല്ല പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. അവന്റെ വലം കൈ പിടിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ അവരോടൊപ്പം തുള്ളിച്ചാടി ദേവാലയത്തിനകത്തേക്ക് ഓടിക്കുക. സ്തോത്രം. ഇന്ന് നമ്മളെല്ലാം പ്രശ്നത്രയേ ഉള്ളൂ. നമ്മൾ ഏതെല്ലാം പ്രതികൂലത്തിന്റെ അവസ്ഥയാവട്ടെ, പ്രതിസന്ധിയുടെ അവസ്ഥയാവട്ടെ, നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കാൻ പോവുക. എന്റെ വലം കയ്യിൽ ആര് പിടിച്ചിട്ടുണ്ട്? എന്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ പാടി ആരാധിക്കുന്നത് പോലെ പാതാളത്തോളം അടുത്തുള്ള വാക്യത്തിനകത്ത് പറയുന്നു, ദേവാലയത്തിനകത്തേക്ക് അവൻ ചാടി പോയി. ആരോടൊപ്പം? യോഹന്നാനോടും പത്രോസിനോടൊപ്പം. ദേവാലയത്തിൽ അകത്തിരുന്നവർ അമികാലിൽ തൊട്ട് മുമ്പ് വരെ ദേവാലയത്തിലേക്ക് കയറി വരുന്നവരെല്ലാം കണ്ടത് അവിടെ യാചിക്കുന്നവരൊക്കെയാ കണ്ടത്. താരയ്ക്ക് താപ്പോട്ട് തളർന്നവരാട്ട കണ്ടത്. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസിനോട് യോഹന്നാനോട് വർഷങ്ങൾ കൊണ്ട് കണ്ടവനെ, തളർന്നിരിക്കുന്നവനെ കണ്ടവനെ, പത്രോസിനോട് യോഹന്നാനോട് അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഒരുത്തം വന്ന് അവൻ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? അവന് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? അവന് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? അവൻ ആരാധിക്കും, അവൻ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. കാര്യം അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇവർക്കെല്ലാം ആരാധിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഡാൻസ് കളിക്കാനല്ല ഇവർ വേണ്ടത്. അവർ ആരാധിക്കും, സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. കാര്യം എന്തുവാ? അവർക്കറിയാം ദൈവത്തിന്റെ മഹത്വം എന്തുവാണ്. എല്ലാ ദൈവമൊക്കെ എഴുന്നേൽക്കുക. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കുക. ഇന്ന് പകലൊരു വിടുതലിന്റെ പകല, ഇന്നൊരു അത്ഭുതത്തിന്റെ പകല, ഇന്നൊരു അനുഗ്രഹത്തിന്റെ പകല. എന്റെ ആരാധന സ്വർഗം എനിക്കായി തുറക്കുക. ഇന്നെന്റെ അപേക്ഷ സ്വർഗം എനിക്കായി തുറക്കുക. ഇന്ന് എനിക്ക് മറുപടി നൽകാൻ പോവുക. എന്റെ ദൈവം ഇന്ന് എനിക്ക് മറുപടി നൽകാൻ പോവുക. ഇന്ന് പകലെന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കാൻ പോവുക. ഇന്ന് പകലെന്റെ കർത്താവ് എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങൾ തരാൻ പോവുക. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ്